നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ കനികാപരിയാമമായ ജീവിതം ചെയ്യുവാൻ വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിതരായിപ്പോഴും ജീവൻ നൽകുന്നതുമായ ശ്ലീബായുടെ അടയാളത്താൽ മുദ്രപ്പെടുന്നതിനാൽ എന്നേക്കുമെന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിമുള്ള റൂഹായുടെ തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും ആയിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിമുള്ള റൂഹായുടെ തിരുനാമത്തിൽ ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും ആയിരിക്കട്ടെ. ഈ വീടിന്റെ പ്രകാശികളായി മാറിയിരിക്കുന്ന പ്രിയപ്പെട്ട ഷിജു ചാൻ, ആനി ചേച്ചി, ജസ്വിൻ, ജസ എന്നീ പ്രിയപ്പെട്ട മക്കൾ, കർത്താവിൽ പ്രിയ ദൈവജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 10 വരെയുള്ള വേദഭാഗമാണ് ഇന്ന് എവങ്കേലിയോൻ വേദഭാഗമായി നാം വായിച്ചത്. ആ എവങ്കേലിയോൻ വേദഭാഗം വായിക്കുന്ന മുന്നോടിയായി ശുശ്രൂഷകൻ ഏറ്റു പറയുകയുണ്ടായി. ഇന്ന് അച്ഛനാണ് പറഞ്ഞത്, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിൽ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എന്നിട്ട് കാർമ്മികൻ, അത് ആരായിക്കോട്ടെ, അദ്ദേഹം ജനങ്ങളിലേക്ക് തിരിഞ്ഞ് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് ആർക്കും സമാധാനം ഇല്ലാത്തത് കൊണ്ടാവും കാർമ്മികൻ അങ്ങനെ പറയാ. പിന്നെ എന്തുകൊണ്ടായിരിക്കും? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ കാണുമ്പോൾ ആദ്യം പ്രസ്താവന ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം. കർത്താവ് തന്നെ സാക്ഷാൽ ഇന്നീ ഭവനത്തിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്കായി ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് പങ്കുവെച്ചു പോവുക. എന്താണ് കർത്താവ് നിങ്ങളോട് ഇന്ന് പറയുന്നത്? ഈ വചനം ദൈവവചനം, വചനമായിരുന്നതായ ദൈവം നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ഈ വീടിന് രക്ഷ വെറുതെ വന്ന് കയറിയ ഒരു രക്ഷയല്ല എന്നുള്ള ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ജനങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി ദൂരത്തു നിന്നും ശാലത്തു നിന്നും ബഹുമാനപ്പെട്ട അച്ഛന് കൊച്ചമ്മയും കഴിഞ്ഞ രാത്രികാലം തന്നെ അവർക്ക് നിരവധി കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ച് ഈ രക്ഷ ഈ ഭവനത്തിന് വെറുതെ അല്ല വന്നിരിക്കുന്നത്, എന്നാൽ വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് വന്നിരിക്കുന്നത് എന്നതിന് അടയാളമായിട്ടാണല്ലോ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. രക്ഷ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ വഴികൾ നിങ്ങൾ തുറന്നു കൊടുക്കണം. ആയതിനു വേണ്ടി ഇന്ന് നിങ്ങളെ പ്രാർത്ഥിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥം എഴുതിക്കാൻ പോവുകയാണ്. എല്ലാം ചേർന്ന് വന്നാട്ടെ. ഒരുപാട് ആനി ചേച്ചി ഈ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ദൈവവചനം ആദ്യം ചേച്ചിയുടെ കാര്യങ്ങളിലേക്ക് നൽകും. നിങ്ങൾ എല്ലാവരും സ്വീകരിച്ചാട്ടെ. എല്ലാവരും പിടിച്ചോളൂ. യെസ്, നിങ്ങൾ 4 പേരും ഇംഗ്ലീഷും മലയാളം അതിനകത്തുണ്ടല്ലോ, ഒരു വാക്യമെങ്കിലും നിങ്ങൾ കുറഞ്ഞ പക്ഷം 4 പേര് വായിച്ചിട്ട് രാത്രി കിടന്നുറങ്ങാനായിട്ട് ഇടയാകും. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എത്ര കിടക്കത്തിലായാലും ഒരു വചനം വായിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് പോകാനായിട്ടും ഇടയാകാവൂ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. രക്ഷ ഇന്ന് വീടിന് വന്നത്. കണ്ടാലും ഞാൻ വാതിൽ നിന്ന് മുട്ടുകയാണ്, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനോടും കൂടെ എത്താൻ. കർത്താവ് നമ്മുടെ വാതിൽ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുറക്കേണ്ട ഉത്തരവാദിത്തമാരുടെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഭംഗിയായി ഈ വീട് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറയുകയുണ്ടായി. എന്താണ്? കർത്താവ് വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനം ചെയ്യുന്നു. ഈ വീട് നിങ്ങൾ പണിതുയർത്തി പിന്നെ
അവിടെ കഴിഞ്ഞ അതിനുള്ള കാരണമായത് കഴിഞ്ഞ കരോള് നമ്മളെല്ലാ വീട്ടിലും പോയപ്പോഴത്തേക്കും നമ്മളെ മർത്തോമക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്കും ഒരു ഭവനം ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് തീവ്രമായി അതിനെപ്പറ്റി ആഗ്രഹിച്ചതും ദൈവം നടത്തിയെത്തുന്നു. അപ്പം ഞാനൊരു കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയാൻ മർത്തോമയുടെ ഒരു വേര് ഈ നാട്ടിൽ ആക്കിയ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. പിന്നെ നന്ദി പറയുന്നത് നമ്മുടെ ഇടവകാരിയായ അശ്വിനാണ്. ഞങ്ങൾ ആദ്യമായി ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ നിരന്തരമായ എല്ലാ പുസ്തകുർബാനയിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മധ്യസ്ഥ അച്ഛൻ പ്രത്യേകമായും പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ അനുഗ്രഹം അച്ഛന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഈ ഭവനം എഗ്രിമെന്റ് ചെയ്യുമ്പോഴെല്ലാം അച്ഛൻ വന്ന് പ്രാർത്ഥിക്കാനും ഞങ്ങൾ വലിയ എപ്പോഴും ഞങ്ങളുടെ കൂടെ അച്ഛൻ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിൽ വിളിച്ചാലും അച്ഛൻ ഒരു വലിയ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അച്ഛൻ വളരെ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. പിന്നെ നന്ദി പറയേണ്ടത് നമ്മുടെ സജീകൊച്ചനാണ്. അച്ഛന് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഓടി ഇവിടെ വരുവാനും ഒരു മറ്റൊരു വാക്ക് പറയാതെ തന്നെ ഞാൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. ചാച്ച ഒരു കൊട്ട വെള്ളം കൊണ്ടുവന്നു. എന്ത് തോന്നുന്നു? എല്ലാരും സന്തോഷം. അതെ എന്ന് തൂവട്ടെ തൂവട്ടെ ആ തൂവി തൂവി തട്ടിയാ നോക്കടി ഇങ്ങോട്ട്.